അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളൊരു സംഘടനയാണ്. 50 വർഷം മുമ്പ് ഇത് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. 53 വർഷം മുമ്പ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. മറ്റൊരു സംഘടനയ്ക്കും ഇതൊരു സാഹചര്യം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടേതാണ് ഏറ്റവും ആദ്യത്തെ സംഘടന. എന്നാൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രൊഫസർ ജോസഫ് ചെറുവേൽ സാറ് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പരിപാടി അവതരിപ്പിക്കുന്നു. നിങ്ങൾക്കൊക്കെ പലർക്കും പല കഴിവുകളും കാര്യങ്ങളും ഉണ്ടാവുമെങ്കിലും ചെറുവേൽ സാറിനെ കണ്ടൊന്ന് പഠിക്കണം. കാരണം വെച്ചാൽ ഈ പ്രായത്തിലും അദ്ദേഹം നമുക്ക് വേണ്ടി നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് തയ്യാറായി. ജോസഫ് ചെറുവേൽ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആ പുഷ്പങ്ങളുടെ പേര് വരുന്ന പാട്ടുകൾ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രോഗ്രാമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സാധാരണ പുഷ്പാഞ്ജലിയല്ല, സംഗീത സാഹിത്യ പുഷ്പാഞ്ജലി. കേരള സമാജത്തിൻ്റെ ഭരണഘടനയിൽ ആദ്യ ഭാഗത്ത് അതിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിലൊന്ന് കേരള സമാജം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും കഴിയുന്നത്ര പ്രോത്സാഹനം ചെയ്യുമെന്നായിരുന്നു. ആദ്യകാലങ്ങളിൽ നമ്മുടെ എ.കെ. തോമസിൻ്റെ ഭാര്യ ഇന്ദു കവിതാ പാരായണം ചെയ്യുമായിരുന്നു. സ്നേഹമാണ് എൻ്റെ കടലാസിൽ 6 നാവൽപ്പാട്ടുകളുണ്ട്. പക്ഷെ രണ്ടുകൊണ്ട് നിർത്തുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. പഞ്ചപുഷ്പങ്ങളിൽ രണ്ടാമത്തേതാണ് രവീന്ദ്രം അശോകം. പൂങ്കാൽ പൂങ്കുല പട്ടുതൊങ്ങൾ ചുഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടയിൽ കീഴ്. പൊന്നശോകം ഞാൻ ആ പൂ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു നീലോൽപല മിഴി നീലോൽപലം നീ മാത്രമെന്തിനുറങ്ങി. അപ്പൊ പാരിജാതം കഴിഞ്ഞ് നീലോൽപലം മഞ്ഞു പൊഴിഞ്ഞല്ലോ മങ്ങു വിഴിഞ്ഞല്ലോ പിന്നെയും പൊൻവയിൽ വന്നല്ലോ മുഖത്തു നിന്നും മറഞ്ഞോര. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ബെന്നി ഇട്ടിയുടെ ഞാൻ സ്റ്റേജിലോട്ട് വിളിക്കാം. കേരളത്തിലെ മുഖ്യധാര TV ചാനലായ ഏഷ്യാനെറ്റ് ചാനലിനെ അമേരിക്കൻ മണ്ണിൽ കൊണ്ടുവന്ന മാധ്യമപ്രവർത്തനങ്ങളാണ് സുനിൽ ട്രൈസ്റ്റ്. മാധ്യമപ്രവർത്തകരുടെ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്ത സംഘടനയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കഴിഞ്ഞ 2 വർഷത്തെ നാഷണൽ പ്രസിഡൻ്റായിരുന്നു സുനിൽ ട്രൈസ്റ്റ്. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി സുനിൽ ട്രൈസ്റ്റാറിനെ നിങ്ങൾ ഏവർക്കും പരിചയപ്പെടുത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ആദ്യമായി തന്നെ ഈ കുടുംബ സംഗമത്തിലേക്ക് എന്നെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ പറയുകയാണെങ്കിൽ കുടുംബത്തിലെ ഒരു അംഗം മാത്രമാണ് ഞാൻ. ഈ സംഘടനയുടെ നിരവധി പ്രോഗ്രാമുകളിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒരിക്കലും മുഖ്യാതിഥിയായി വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ട് എല്ലാ വർഷങ്ങളിലും പ്രോഗ്രാമുകൾ ഞാൻ വരുമായിരുന്നു. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ഇവിടെ നോർത്ത് അമേരിക്ക 2003 ലോഞ്ച് ചെയ്ത അന്ന് മുതൽ ഏഷ്യാനെ റെപ്രസെന്റ് ചെയ്ത് വന്നു.
പിന്നെ പ്രവാസി ചാനലിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നു, ഈ മലയാളിയെ റെപ്രസെൻ്റ് ചെയ്ത് വന്നു. അങ്ങനെ നിരവധി വർഷങ്ങളായിട്ട് ഞാൻ ഈ സംഘടനയുടെ ഭാഗമാണ്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിലും കഴിഞ്ഞ 30 വർഷമായി നോർത്ത് അമേരിക്കൻ മലയാളികളുടെ സുപ്രഭാതം എന്നറിയപ്പെടുന്ന ഈ മലയാളിയുടെയും 15ാം വർഷത്തിലും അഭംഗുരം തുടരുന്ന നോർത്ത് അമേരിക്കൻ മലയാളികളുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രക്ഷേപണം ചെയ്യുന്ന പ്രവാസികളുടെ സ്വന്തം ചാനൽ പ്രവാസി ചാനലിൻ്റെ പേരിൽ ഈ കുടുംബസംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Is a prominent writer in our community. He has written multiple books and published many of them during the past years. We are happy to launch his latest publication at this occasion. May I invite Mr. Mathikutti Isho, the Secretary of the Samajam, to introduce Mr. Babu Parakal and his book to this gathering. Babu Parakal, ഈ മലയാളിയിൽ ഏതാണ്ട് 140 എപ്പിസോഡുകളോളം എഴുതിയിരിക്കുന്ന ഒരു കോളമാണ് നടപ്പാതയിൽ ഇന്ന് എന്നുള്ളത്. അതിൽ 140 എപ്പിസോഡുകൾ പൂർത്തീകരിച്ച വ്യക്തിയാണ് ബാബു പാറക്കൽ. നമുക്ക് അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരനെ ഈ സമാജത്തിൽ ലഭിച്ചത് നമ്മുടെ സമാജത്തിന് വളരെയധികം ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് ഓർപ്പിക്കട്ടെ. ഈ പുസ്തക പ്രകാശനം നടത്തുന്നതിന് നമ്മുടെ മുമ്പായിട്ട് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മുഖ്യാതിഥി സുനിൽ പ്രൈസ്റ്റാർ ഓപ്പൺ ചെയ്തതിന് ശേഷം അത് പ്രകാശനം ചെയ്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങുന്നതാണ്. മഞ്ഞിൽ വിരിഞ്ഞ റഷ്യ. അടുത്ത ചടങ്ങ് നമുക്ക് 2 പേരെ ആദരിക്കുക എന്നുള്ളതാണ്. അതിന് ട്രഷറർ വിനോദ് കേർക്കേട്. ഇപ്പോഴും മനസ്സിൽ ഗോപികമാരെ കാത്തു സൂക്ഷിക്കുന്ന, അത് വല്ലപ്പോഴും പറയാൻ ഒരിക്കലും മടി കാണിക്കാത്ത നമ്മുടെ ചെറുവേലി സാറിന് നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മുടെ പ്രിയങ്കരനായ വളരെ വികാര നിർഭരമായ പ്രസംഗം നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സജി അബ്രഹാം, അതോടൊപ്പം 3 വർഷക്കാലം കേരള സമാജത്തെ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിൻസെന്റ് സിറേക്കിനെയും അനുമോദിക്കുന്ന ഈ ചടങ്ങിലേക്ക് ആർദ്രവമായ കൈയടിയോടുകൂടി നമുക്ക് President to Saji Abraham, in recognition of your outstanding leadership and the service to Kerala Samajam of Greater New York, November 2025. നമ്മുടെ പ്രിയങ്കരനായ സജി അബ്രഹാമിന് ഈ മൊമെന്റോ കേരള സമാജത്തിന്റെ മേൽ നൽകുന്നു. മൂന്ന് വർഷക്കാലം കേരള സമാജത്തെ നയിച്ച ശ്രീ
വിൻസെന്റ് സിറിയക്ക്, എനിക്ക് തോന്നുന്നു 2 തവണ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനായിരുന്നു അല്ലേ. കേരള സമാജത്തിന്റെ എല്ലാമായ നമ്മുടെ വിൻസെന്റ് സിറിയക്ക് അദ്ദേഹത്തിനും ഈ മൊമെന്റോ കൊടുത്ത് ആദരിക്കുന്നു. പ്രസിഡന്റ് വിൻസെന്റ് സിറിയക്, in recognition of your outstanding leadership and service to Kerala Samajam of Greater New York, November 2025, 2025. ശ്രീ വിൻസെന്റ് സിറിയക്കിന് ഈ മൊമെന്റ് സമർപ്പിക്കുന്നു. ജനറൽ ബോഡിയോട് കൂടിയാണ് അതിൻ്റെ പരിപൂർണമായിട്ടുള്ളതായ ബുക്കുകൾ എല്ലാവർക്കും നൽകുന്നത്. അതിനെക്കുറിച്ച് 1 മിനിറ്റ് നമ്മുടെ മാമൻ സംസാരിക്കുന്നു. ഈ വർഷത്തെ സൂനിയറിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീമതി ലീല മാരേട്ടിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു സൂനിയർ പ്രകാശനം ചെയ്യുവാൻ സാധിച്ചതിൽ അധികമായ സന്തോഷം ഉണ്ട്. എനിക്കും തോമസ് പ്രകാശിനും ഈ സൂനിയർ കമ്മിറ്റിയിൽ അംഗങ്ങളായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിൽ പരസ്യങ്ങൾ നൽകി ഞങ്ങളെ സഹായിച്ച ഏവർക്കും കേരള സമാജത്തിൻ്റെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കട്ടെ. താങ്ക് യു. നമ്മളതിൻ്റെ കവർ പേജ് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്, റിലീസ് ചെയ്യുന്നത്. ബാക്കി വിശദമായിട്ടുള്ള സോവനിയർ പിന്നീട് പറഞ്ഞതുപോലെ പ്രസിദ്ധീകരിക്കും. 3 പുതിയ മെമ്പേഴ്സ് നമ്മുടെ സമാജത്തിൽ ചേർന്നിട്ടുണ്ട്. ആ മെമ്പേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ജോയിന്റ് സെക്രട്ടറി ജോസി സ്കറിയസ്. ഈ 2025 നമ്മുടെ ഫാമിലിയിലേക്ക് 3 പുതിയ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു. ജോർജ്, ബിജു തോമസ്, ടിക്കോ മാമൻ. ബിജു തോമസ്, ഇപ്പൻ ജോർജ്. താങ്ക് യു. ഞാൻ പറഞ്ഞൊരു 3 പേര് ഈ വർഷം ഈ വർഷത്തെ നമ്മുടെ സമാജത്തിൻ്റെ മെമ്പേഴ്സ് വളരെ കഴിവുള്ള, എനിക്ക് വ്യക്തിപരമായിട്ട് ഈ 3 പേരെ കുറിച്ചും നല്ലോണം അറിയാം. നാളെ കാലം ഈ സംഘടനയെ നയിക്കുവാൻ തക്കവണ്ണം, ഇതിൻ്റെ സാരഥികളാകുവാൻ തക്കവണ്ണം കരുപ്പുള്ള 3 പേരെയാണ് ഈ വർഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരോടുള്ളതായ നന്ദിയും സ്നേഹവും പ്രസിഡന്റ് നമ്മുടെ നിലയിൽ അറിയിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാഗ്രഹിച്ചിരുന്ന ഒരു വാക്ക്, ഒരു താങ്ക്സ് എൻ്റെ കുടുംബത്തിന് പറയണം. ഞാൻ പറഞ്ഞു 3 പതിറ്റാണ്ടുകാരുടെയൊക്കെ മീറ്റിങ്ങിന് ഇന്നത്തെ കാലത്ത് വെള്ളിയാഴ്ച എന്നെ എയർപോർട്ടിൽ കൊണ്ട് കയറ്റി വിടും. ഞാൻ പിന്നെ ഞായറാഴ്ച വൈകിട്ട് 10 രാവിലെയാണ് വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങായി തുണലായി നിന്ന എൻ്റെ വൈഫ് സോളിയോടുള്ളതായ നന്ദി കടപ്പാട് ഈ അവസരത്തിൽ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. ഇളം കാറ്റിനോട് കിളികളോട് കഥകൾ ചൊല്ലി ഊറി വന്ന ശിശിരം നമ്മൾ കാറ്റിനോട് കിളികളോട് കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുകൂടി കരളിനോട് നീ മനസമായി അരികിലൊഴുകി ഞാൻ ഇളം കാറ്റിനോട് കിളികളോട് കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുകൂടി കരളിനോട് നീ. For the felicitation, I would like to invite Mr. Shaju Sam, the coordinator of the Presidential Forum. കേരള സമാജത്തിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനം
വളരെയധികം ഭംഗിയായി നിറവേറ്റിയ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സജി എബ്രഹാമിനോടും ടീമിനോടുമുള്ള നന്ദിയും ആശംസകളും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷനായിരുന്നു കേരള സമാജത്തിന് മുൻ പ്രസിഡന്റുമാരെ ഏകോപിപ്പിച്ചുകൊണ്ടൊരു ഫോറം ഉണ്ടാക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ജനറൽ ബോഡിയിൽ അത് കൊണ്ടുവന്ന് അംഗീകരിച്ച് ഒരു ഫോറം ഉണ്ടാക്കിയതിന് അതിൽ എന്നെ ഒരു കോർഡിനേറ്ററായിട്ട് എടുക്കുകയും ചെയ്തില്ല. വളരെ നന്ദിയുണ്ട്. ഈ ഫോറം അതിന് ഒരു തുടക്കം ഇട്ട അതായത് ഒരു ഫോറം എന്ന് നമ്മുടെ ജനറൽ ബോഡിയിൽ കൊണ്ടുവന്ന് അംഗീകരിച്ച് അത് പ്രാവർത്തികമാക്കിയ സജിയോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കേരള സമാജത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പുതിയ മെമ്പേഴ്സ് അവർക്കുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. നിങ്ങളൊക്കെ ആയിരിക്കാൻ ഈ പുതിയ ലീഡേഴ്സായിട്ട് വരുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി കേരള സമാജത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് തൽപരരായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. So I would like to invite Ms. Leela Merritt, the National Executive Member of FOCANA, to address this gathering and to introduce other FOCANA leaders. വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ ഞാനാക്കിയ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത് ഈ സമാജമാണ്. ഇപ്പം ഞാനിന്നിപ്പോൾ സജി എബ്രഹാം എന്ന് പറയുമ്പം എന്താ പ്രസിഡന്റ് എനിക്ക് ഒത്തിരി ഓർമ്മകൾ തരുന്നു. ഞാൻ ഈ ടൈസൺ സെന്ററിൽ വെച്ച് തന്നെയാണ് സജി എബ്രഹാമിനെ കണ്ടപ്പോൾ എൻ്റെ ബാഗിൽ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരുന്നു. അത് ഇവിടെ വെച്ചാണ് ഞാനൊരു മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ കൊടുത്തത്. ആ സജി എബ്രഹാം ഇന്ന് കേരള സമാജത്തിൻ്റെ പ്രസിഡന്റ്. അതുതന്നെയല്ല 2004 ഞാൻ കേരള സമാജം പ്രസിഡന്റ് ആകുമ്പോൾ സജി എബ്രഹാം ഒരു കമ്മിറ്റി മെമ്പറായിരുന്നു. 2004 ഞാൻ ഫൊക്കാനയിൽ പ്രവേശിക്കുന്നത്. അന്ന് ഞാൻ ഫൊക്കാനയിൽ അതിൻ്റെ ഒന്നും സാരഥിയാകാനൊന്നും ശ്രമിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഇനോഗ്രേഷൻ ആ ഫംഗ്ഷനിൽ സജി എബ്രഹാമാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് ഫൊക്കാനയുടെ കമ്മിറ്റി മെമ്പറായിട്ട്. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ഈ ഫൊക്കാനയിൽ 2004 മുതൽ ഇന്നേ ദിവസം വരെ 21 വർഷം കണ്ടിന്യൂസ് പൊസിഷൻ എടുത്തു വരുന്ന ഒരാൾ. ഇന്നുവരെ പ്രസിഡന്റ് ആയിട്ടില്ല. അത് നിങ്ങളെ ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നവർ എല്ലാ പൊസിഷൻസും എടുത്തതാണ്. 21 വർഷം കണ്ടിന്യൂസ്. 2006 ഞാൻ സുനിൽ ട്രൈസ്റ്റാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം ഈ വർഷത്തെ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഈ കമ്മിറ്റിക്ക് അഭിനന്ദനങ്ങൾ. ഇനിയും വരുന്ന കമ്മിറ്റിക്കും നല്ലതായിട്ട് ഇതിന്റെ ജൈത്രയാത്ര 53 വർഷമുള്ള ഈ മുത്തശ്ശി സംഘടന എന്ന കേരള സമാജം അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. എല്ലാവിധ ആശംസകളും. കൂടുതൽ മെമ്പേഴ്സ് വന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ലതായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഫോമയുടെ പ്രതിനിധിയായി നമ്മുടെ ഫോമയുടെ നാഷണൽ കംപ്ലയൻസ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ വർഗീസ് കെ ജോസഫിനെ ആശംസകൾ അർപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഇതിൽ വന്ന് സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അതിന് ഭാഗ്യമായും ഞാൻ കരുതുകയാണ്. പോമയെ പറ്റി പറയുമ്പോൾ പോമ 100ന്റെ മികവിൽ സെഞ്ചുറിയുടെ മികവിൽ അടിക്കടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100ൽ പരം അംഗസംഘങ്ങളുള്ള ഒരു വലിയ സംഘടനയായി ഫോമ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ചാരിറ്റി വർക്കുകളും സഹായങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടും അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം കേരള സമാജത്തിൻ്റെ ജനറൽ ബോഡിയും അതിനോടനുബന്ധിച്ച് ഇലക്ഷനും നടത്തും. ഈ കാലയളവിൽ വരെ കേരള സമാജത്തിന് വളരെ ശക്തിയായ ഒരു നേതൃത്വമാണ് ഉണ്ടായിരുന്നത്. വളരെ കഴിവുറ്റ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനാ പാഠവുമുള്ള നേതൃത്വ നിരയാണ് നിങ്ങൾക്ക് ഈ അസോസിയേഷൻ നിലനിർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള നേതൃത്വം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഈ സംഘടന ഇന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഇലക്ഷനിലും ഒരു നല്ല ശക്തമായ ഒരു നേതൃത്വം വരട്ടെ എന്ന് ആശിച്ചുകൊണ്ടും
കടന്നു വന്ന എല്ലാവർക്കും നന്ദിയും സ്വാഗതവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച്. വോട്ട് ഓഫ് താങ്ക്സിനായി ട്രഷറർ വിനോദ് കെയർക്ക് ക്ഷണിക്കുന്നു. സാധാരണ ഒരു കൃതജ്ഞതാ പ്രകടനത്തിൽ വരുമ്പോൾ ഒഴിഞ്ഞ കസേരകളാണ് സാധാരണ കണ്ടുവരാറുള്ളത്. കഴിഞ്ഞ ഓണത്തിന് ഓർമ്മയുണ്ടായിരിക്കും, കൃതജ്ഞതയായിരുന്നു എനിക്ക് തന്ന ചുമതല. കൃതജ്ഞത പറയുന്നതിന് മുമ്പേ നമ്മൾ സദ്യ തുടങ്ങി. എല്ലാവരും കുറേ 45-50 കസേരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രസിഡന്റിനോട് പറഞ്ഞു, പ്രസിഡന്റെ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൃതജ്ഞത വേണ്ട. അപ്പൊ അന്ന് അജീവ് ഇബ്രാഹിം പറഞ്ഞു, ഇല്ലടോ, തനിക്ക് നല്ല റോൾ ഇത്തവണ തരും. അങ്ങനെയാണ് എന്നെ കൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതിന് സജീവ് ഇബ്രാഹിമിന് 15 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരള സമാജത്തിൽ വലിയ ഇലക്ഷൻ നടത്തിയിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട്, ഇന്നും ഓർമ്മയുണ്ടായിരിക്കും, ഹിൽസൈഡ് മാനറിൽ വെച്ചാണ് ഇലക്ഷൻ നടന്നത്. ഫൊക്കാന 2 പിരിഞ്ഞതിന് ശേഷം ഫൊക്കാന ഫോമ ഇലക്ഷൻ. അന്നാണ് ഞാൻ ആദ്യമായിട്ട് സജീവപരമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹത്തോട് എനിക്ക് തോന്നിയ ആദരവും ബഹുമാനവും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള സത്യമാണ്. ഇന്നും കഴിഞ്ഞ വർഷവും ഈ വർഷവും അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ പുണ്യമായി ഞാൻ കരുതുന്നു. അതിന് കാരണക്കാരനായ മറ്റാരുമല്ല ശ്രീ CB ഡേവിഡാണ്. CB ഡേവിഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് വീണ്ടും സജീവ് ഇബ്രാഹിം സെക്രട്ടറി ആയിട്ട് വരുന്നത്. അന്ന് അവരോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. സജിയെ കുറിച്ച് മറ്റൊരു വാക്ക്, ശാന്തനാണ്. കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ മിടുക്കനായ ഒരു നേതാവാണ് സജീവ് ഇബ്രാഹിം. കഴിഞ്ഞ ദിവസം ഞാനും മാധ്യമക്കുട്ടിയും കൂടി പറയുകയുണ്ടായി, ആരെങ്കിലും എതിർത്ത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ അത് ഒന്നും കൂടെ ചെയ്തു കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, എത്ര കഠിന ഹൃദയന്റെ മനസ്സും അലിഞ്ഞ് സജി പറയുന്ന വഴിക്ക് പോകും. അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് കേരള സമാജത്തിന്റെ പ്രസിഡന്റായി കിട്ടിയത് ഈ സമാജത്തിന്റെ അനുഗ്രഹമാണ്. കേരള സമാജത്തിന്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദിയും കടപ്പാടും സ്നേഹം അറിയിക്കുന്നു. കേരള സമാജത്തിന്റെ ശബ്ദം ശ്രീ മാധുക്കുട്ടി ഈശോ നമ്മുടെ സമൂഹത്തില് വളരെയധികം അലകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ആ നേതാവിനും കേരള സമാജത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കേരള സമാജ് വൈസ് പ്രസിഡന്റ് ശ്രീ ബെന്നി ഇറ്റേരിയ, കേരള സമാജ് ജോയിന്റ് സെക്രട്ടറി ജോസി. അവിടെ നിൽക്കുന്ന ഒരു മാമ്പഴം കണ്ടിട്ട് പറയാണ്, ജോസി എനിക്ക് ആ മാമ്പഴം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ജോസി മാവേൽ കയറും, മാമ്പഴം പറിക്കും, സന്തോഷമായിട്ട് കൊണ്ടുതരും. യാതൊരു വിധമായ കടത്തും പോകാൻ കർമ്മനിരതനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ ജോസി സക്കറിയ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ പ്രകാശ് തോമസ്, അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. യാതൊരു മടിയും കൂടാതെ കഴിഞ്ഞ വർഷവും ഈ വർഷവും യാതൊരു മടിയും കൂടാതെ കണക്കുകൾ നോക്കാനും പൈസ കളക്ട് ചെയ്യാനും എല്ലാം ഔത്സുക്യം കാണിച്ച ശ്രീ മാമൻ എബ്രഹാം, ശ്രീ ബെന്നി ഇറ്റേരിയ, അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കഴിഞ്ഞ 25-27 വർഷക്കാലമായി ലീല മാരിയട്ട് കേരള സമാജത്തിന്റെ എല്ലാം ശ്രീ സുനിൽ തായ് സാറ് നമ്മുടെ മാധ്യമ ലോകത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച മാന്യനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് കേരള സമാജത്തിന്റെ പേരുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. ശ്രീ ബാബു പാറയ്ക്കൽ, ഇനിയും താങ്കളിൽ നിന്ന് വളരെയധികം ഗ്രന്ഥങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നല്ല നാളുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2027 പുതിയ യുഗം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും
2026 നല്ലൊരു ജനങ്ങൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.